വൺ ഇസ് സ്ഥവിർവാദിൻസ്. സ്ഥവിർവാദിൻസ് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യപ്പെട്ട ചില സെക്ടറാണ്. ഒന്ന് ഹൈമവദാസ്. ആ പേര് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ പഠിക്കണം എന്നില്ല. ഓക്കെ, ഹൈമവദാസ്. ദ സെക്കൻഡ് വൺ ഇസ് സർവസ്തിവാദിൻസ്. സർവസ്തിവാദിൻസ് അതൊരു സെക്ടാണ്. ഹിനായന അല്ലെങ്കിൽ സ്ഥവിർവാദിൻ സെക്ടറിൽ നിന്നും ഡിവൈഡ് ചെയ്യപ്പെട്ട് എമേർജ് ആവുന്ന സെക്ടാണ് സ്ഥവിർവാദിൻസ് ഓർ സർവസ്തിവാദിൻസ്. വത്സ്യപുത്രാസ്. വത്സ്യപുത്രാസ്. ധർമ്മോത്തരിയാസ്. ധർമ്മോത്തരിയാസ്. ഭദ്രയാണികാസ്. ഭദ്രയാണികാസ്. സമ്മതിയാസ്. ഷണ്ണകാരികാസ്. ഈ പേരുകൾ മാത്രം നോക്കുക കേട്ടോ. ഇനിയുണ്ട് പറയാം. ഹൈമവദാസ്, സർവസ്തിവാദിൻസ്, വത്സപുത്രാസ്, ധർമ്മോത്താര്യാസ്, ഭദ്രനായികാസ്, സമ്മതിയാസ്, സന്നകാരികാസ്. ഓക്കെ, ഷണ്ണകാരികാസ് ഓർ സന്നകാരികാസ്. മഹിഷാശകാസ്, ധർമ്മഗുപ്തികാസ്, കശ്യപിയാസ് ഓർ സുവർഷകാസ് ആൻഡ് സൗതന്ത്രികാസ് ഓർ സംക്രാന്തിവാദിൻസ് എന്നും പറയും. ഇതൊക്കെ സ്ഥവിർവാദിൻ സെക്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഫിലോസഫീസ് ആണ്. പേര് ഒന്ന് എഴുതിയെടുക്കുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും ആ പേരുകൾ ഓരോന്നായിട്ടും എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഒരിക്കൽ UPSCയുടെ ചോദ്യം ഉണ്ടായിരുന്നു. ഫിലോസഫികളിലേക്ക് പോയില്ല, ഓരോന്നും പറഞ്ഞത് എന്താണെന്നും ചോദിച്ചിട്ടില്ല. ഇന്ന ഫിലോസഫി എന്തിന്റെ സെക്ട് ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും അതൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം സ്ഥവിർവാദിൽ നിന്നും ഡിവൈഡ് ചെയ്യപ്പെട്ട സബ്സെക്റ്റുകളാണ്. സോ ഇത് കൂടാതെ ഇനി മഹാസംഖ്യ സെക്റ്റിനും ചില സബ്സെക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഡെവലപ്പ് ആയിട്ടുള്ളതാണ്. ഏകവ്യവഹാരികാസ്, ലോകോത്തരവാദിൻസ്, കുക്കുടിയാസ്, ബഹുശ്രുതിയാസ്, പ്രജ്ഞാപതിവാദിൻസ്, ചൈത്യശൈലാസ്, അപാരശൈലാസ്, ഉത്തരശൈലാസ്. ഇങ്ങനെ ഏകദേശം 8ഓളം സ്കൂളുകൾ നമുക്ക് മഹാസംഖ്യാസിൽ കാണാം. ടോട്ടൽ 11, 18 അല്ലെങ്കിൽ 19, 20 സ്കൂൾസോളം ഓക്കെ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ മഹാസംഖ്യാസ് എല്ലാം പിൽക്കാലത്ത് ഡെവലപ്പായി, അല്ലെങ്കിൽ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഡെവലപ്പായി ആൻഡ് ദേ ഫോംഡ് ദിസ് മഹായാന ബുദ്ധിസം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് പിൽക്കാലത്ത് മഹായാന ബുദ്ധിസം ആവുന്നത്. അതുപോലെ സ്ഥവിർവാദിൻ സെക്ടറിൽ നിന്ന് ഡെവലപ്പായിട്ടുള്ള 11 സ്കൂൾസ് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ ഹിനായന ബുദ്ധിസം എന്നും അറിയപ്പെടുന്നുണ്ട്. നോട്ട് ചെയ്ത് വച്ചേക്കാം. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ബുദ്ധമതം എങ്ങനെ എമർജ് ആയി എന്ന് പറഞ്ഞു. ബുദ്ധന്റെ ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റോറി ഡിസ്കസ് ചെയ്തു. ബുദ്ധമതത്തിലേക്ക്, ആ ഫിലോസഫിയിലേക്ക് ബുദ്ധൻ എങ്ങനെ കടന്നു എന്നും പറഞ്ഞായിരുന്നു. അതുപോലെ ബുദ്ധന് ബോധോദയം ലഭിക്കുന്നു. ധർമ്മചക്ര പ്രവർത്തന എന്നൊരു കോണ്ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു. അഷ്ടാംഗിക മാർഗത്തെക്കുറിച്ച് പറഞ്ഞു. 4 ഗ്രേറ്റ് ട്രൂത്തുകളെ കുറിച്ച് പറഞ്ഞു. ഫിലോസഫികളെ കുറിച്ച് പറഞ്ഞു. ചില ബുദ്ധിസ്റ്റ് സംഘയെക്കുറിച്ച് പറഞ്ഞു. ബുദ്ധിസ്റ്റ് കൗൺസിൽസിനെ കുറിച്ചും അതിനകത്ത് വരുന്ന ഡിഫറെന്റ് സെക്റ്റുകളെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ തന്നു. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ബുദ്ധിസ്റ്റിനകത്തുള്ള മഹായാന, ഹിനായന സെക്റ്റുകളെ കുറിച്ചാണ്. നമ്മളിനി അടുത്ത സെഷനകത്ത്, അടുത്ത വീഡിയോക്കകത്ത് ആ സെക്റ്റുകളെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.